ഈ തലയെ കൂടി അങ്ങ് ഒഴിക്കുക. നമ്മൾ ഇങ്ങനെയാണ് എന്റെ പാലെടുത്തിട്ട് ഇങ്ങനെ കൊച്ചുങ്ങൾക്കും അതൊരു മാനസികമായിട്ടുള്ള ഒരു വിഷമം. എന്റെ വീട്ടിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു കർഷകർ എന്നുള്ളത് നമ്മളെ ഒരു കുടുംബം. ചെറുപ്പക്കാരനാണ്, അവൻ നല്ലതുപോലെ ജീവിച്ചു പോകട്ടെ. എറിഞ്ഞിട്ട് ഈ അടപ്പെടുത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുകയാണ്. പ്രസിഡന്റിന്റെ പറയാൻ പറ്റൂല. ഒരു സ്ത്രീ അങ്ങനെ ചീത്ത പറയൂ. ഈ ഭാര്യയും ഭർത്താവും നേരം വെളുത്ത് 6:30 മണിയായപ്പോഴത്തേക്ക് മണ്ടേ ഉള്ളവർക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നീ ഇന്ന സ്ഥലത്ത് വാടക വീട്ടിലല്ലേ നീ താമസിക്കുന്നത്. ഈ സംഭവം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാളാണ്. ഈ പാല് ഇങ്ങനെ വന്ന് തലയിൽ ഒഴിച്ചിട്ട് പോയി. അപ്പൊ അതിന്റെ തലേ ദിവസം ഇതുപോലെ ഭരണസമിതി എല്ലാം തീരുമാനം എടുത്ത് പാലൊഴിക്കാൻ പറ്റൂല. അപ്പൊ ആ തലേ ദിവസം അതിന് മുമ്പ് ഈ കയറ്റിവിട്ട പാല് അത് കാണിച്ചു തരാം. ലാസ്റ്റ് 29-ാം തീയതി രാവിലെ ഇന്ന് വൈകിട്ടാ കൊണ്ടുവരണം. പക്ഷെ തലേ ദിവസം കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാന്ന് പിറ്റേ ദിവസം 29-ാം തീയതി രാവിലെ കൊണ്ടുവന്നു. 200 പാലാണ് ഉണ്ടായിരുന്നത്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കക്ഷിയുടെ പാല് നമ്മൾ 10 കൂടുതലാണെന്നുണ്ടെങ്കിൽ വലിയ ക്യാനകത്തും 10-ന് താഴെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ ക്യാൻ. ഇത് കണ്ട ഈ അന്ന് എഴുതി കെട്ടിവിട്ടതാ ഇത് കണ്ട. നമ്മൾ ഇങ്ങനെയാണ് എൻ്റെ പാലെടുത്തിട്ട് നമ്മൾ കൊടുത്തു വിടാറ് കേട്ടാ. നമ്മൾ സ്കെച്ച് വെച്ച് ഇതുപോലെ പേരെഴുതി കെട്ടി നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം പല പ്രാവശ്യം പിരിഞ്ഞതിന്റെ പേരിൽ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ പൊതുയോഗത്തിന് ശേഷം ഈ പാൽ എടുക്കണ്ടെന്നുള്ളൊരു ഇതും പിന്നെ കർഷകരെല്ലാവരും കൂടെ ഒപ്പിട്ട ഒരു നിവേദനം ഇവിടെ തരികയും അപ്പൊ അത് നമ്മൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ വലിയ ഭയങ്കര വിഷയമാക്കി ഭയങ്കരമായി ചീത്ത വിളിച്ചു. പിന്നെ ഇതിനകത്ത് കയറിയിട്ട് എന്നെ വലിച്ചു കീറുമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ വലിച്ചു കീറി കളയുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഭയങ്കരമായ ബഹളവും ഭയങ്കര ഒരു തരം ഒരു സൈക്കോ കണക്കാണ് ഇവൻ ഈ ഇതായിട്ട് വരുന്നത്. കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ വന്ന് നിന്നെ വലിച്ചു കീറി കളയുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ വന്ന് ചീത്ത വിളി ബഹളം ഇതാക്കി നിന്നെയൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞൊക്കെ അങ്ങനെ പോയി. പ്രശ്നമൊക്കെ ആയതിനു ശേഷം ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഞങ്ങളെ ഒരു സഹോദര ഇല്ലെങ്കിൽ ഒരു മക്കളെ പേര് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു മോനെ മക്കളെ അങ്ങനെ വിളിച്ചാണ് ഇവിടെ പാല് എടുക്കുകയും കൊണ്ടുവരാനും ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമായതിനു ശേഷം പൊതുയോഗത്തിൽ ഇതുപോലെ ഈ കാര്യം ഇങ്ങനെ നിരന്തരം പിന്നെ പാല് പിരിയുന്നതായതിന്റെ പേരിൽ പൊതുയോഗത്തിൽ ഇങ്ങനെ കാര്യം അവതരിപ്പിക്കുമ്പോൾ കർഷകരെല്ലാരും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാല് നിരന്തരം ഇങ്ങനെ പിരിഞ്ഞ സംഘത്തിന് നഷ്ടം വരുന്നതിന്റെ പേരിൽ ഇനി അവന്റെ പാല് ഇവിടെ എടുക്കണ്ട. അപ്പൊ കർഷകരെല്ലാം അന്നത്തെ ദിവസം തന്നെ ലെറ്റർ പാഡിനകത്ത് ഇതെല്ലാം കൂടെ എഴുതി ഒപ്പിട്ട് തന്ന ഇതുണ്ടായിരുന്നു. അപ്പൊ പിറ്റേന്നോട്ട് പാലെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ഇതെല്ലാം വന്നത്. അപ്പൊ ഇപ്പൊ നേരെ കൊല്ലത്ത് DDO വിളിക്കുകയും കൊല്ലത്ത് പറഞ്ഞ ഈ രണ്ട് സ്ത്രീകളാണ് ഇവർക്കാണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തോ വ്യക്തിപരം നമുക്ക് 1 ലിറ്റർ പാല് പോലെ ഈ സംഘത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതാണ്. കാരണം നമ്മളെ സംഘത്തിന് എത്രത്തോളം പാല് കൂടുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ് കിട്ടുന്നത്. ഈ രണ്ട് സ്ത്രീകളാണ് ഇതിന്റെ പ്രശ്നക്കാരെന്നുള്ള രീതിക്കാണ് വന്ന് പലതരത്തിലുള്ള കമന്റ് ഒക്കെ. അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി. വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങള് നേരമണത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ ശമ്പളത്തിലാണ് ഞങ്ങൾ ഈ വന്ന് ജോലി ചെയ്യുന്നത്. അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഈ അപവാദ പ്രചരണങ്ങളും ഇതെല്ലാം കൂടെ നമ്മൾ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ കുഞ്ഞുങ്ങളായാലും അവരായാലും ഇതൊക്കെ കണ്ടിട്ട് എന്താ അമ്മ എൻ്റെ മോൻ ഇതിനകത്ത് കണ്ട് നമ്മൾ ഇവിടുത്തെ പ്രശ്നം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഒരു വയസ്സായ അമ്മ എൻ്റെ മക്കളും ഉള്ളടത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. രാത്രി 12 കൊച്ചിങ്ങനെ ഇരുന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് 12:30 മണിക്കകത്ത് വെച്ചിട്ട് ഈ കുഞ്ഞിത് കണ്ടപ്പം ഇവൻ ഞാൻ കിടക്കുന്ന മുറിയിൽ വന്ന് കതവ് തുറന്നിട്ട് അമ്മ ഇതെന്തിനാണോ ഇങ്ങനെ ഒരു വീഡിയോ വന്നല്ലോ അമ്മയെ കുറിച്ച്, ഇതെന്തിനാണ് സൊസൈറ്റിയിൽ എന്താണ് പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴെന്റെ കുഞ്ഞ് ഓടി വന്ന് ആ 12:30 മണിക്കകത്ത് വെച്ചാണ് അപ്പോഴാണ് അവരത് കാണുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു ഞാൻ പറയും അത് മക്കൾ വിഷമിക്കുകയൊന്നും വേണ്ട, അതൊക്കെ അങ്ങനെയാണ് അവര് പറഞ്ഞ് സമാധാനിക്കും. കൊച്ചും അപ്പോഴും പറയുന്നത് ഇതുപോലെ പിള്ളേർ അവന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പിള്ളേരെല്ലാം ഇങ്ങനെ ഇതെന്താണ് പ്രശ്നം, നിങ്ങൾ അമ്മ നിൽക്കുന്ന സ്ഥലത്തെ അല്ലേ ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊച്ചുങ്ങൾക്കും അതൊരു മാനസികമായിട്ടുള്ള ഒരു വിഷമം. എന്റെ വീട്ടിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് 85, അവർക്കും അതൊരു മാനസികമായിട്ടുള്ള ഒരു വിഷമമാണ്. നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ സങ്കടമാണ്. അപ്പൊ നമ്മളെ ഒരു നിവർത്തികേട് കൊണ്ട് നമ്മളിത് എന്ന് വെച്ചാൽ എന്ത് പറയാനെന്ന് പറയാൻ പോലും അത്ര വിഷമിച്ച് ഞങ്ങൾ ഒരു 3-5 ദിവസം കൊണ്ട് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കർഷകർക്ക് അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു കർഷകരെന്നുള്ളത് നമ്മളെ ഒരു കുടുംബത്തിൽ അവർ എന്ത് കാര്യം ഉണ്ടെങ്കിൽ പോലും അവരുമായിട്ട് ഷെയർ ചെയ്യുക, അവരുടെ വിശേഷങ്ങൾ കാര്യം നമ്മൾ അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ്.
ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ്. ഒരു കർഷകരെന്നോ ഒരു വേർതിരിവ് ഞങ്ങൾ പദവി ജോലി അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഇതില്ലായിരുന്നു. എന്നിട്ടും ഇത്രയും ആക്ഷേപങ്ങൾ പറഞ്ഞിട്ട് നമുക്കിപ്പോ മോളിൽ നിന്ന് ഒരു ഉത്തരവ് വന്നതിന്റെ പ്രകാരം ശരി നമുക്ക് അധിക ജോലിയാണ് എങ്കിൽ പോലും അവന്റെ ക്യാൻ പ്രത്യേകം എഴുതി കിട്ടിയാണ് നമ്മൾ വിടുന്നത്. വിട്ടിട്ട് ഈ അവന്റെ പേരെഴുതി കയറ്റി വിട്ട ക്യാനിലെ പാല് ചീത്തയായിട്ട് പോലും അവൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അതിനകത്ത് ഞങ്ങളാണ് കുറ്റക്കാരി എന്ന് വെച്ചാൽ ഞങ്ങൾ അത് മായം ചേർത്തു. ഞങ്ങൾ എന്താണ് മായം ചേർക്കേണ്ടത്? ഈ ഒരു കർഷകന്റെ അടുത്ത് എന്താണ് മായം ചേർക്കേണ്ടത്? ഇവിടെ വരുന്ന നമ്മൾ ഇതിനു മുമ്പ് അവന് സപ്പോർട്ടാണ്. അവനിങ്ങനെ അവൻ ഒരു ചെറുക്കനാണ്. അവൻ നല്ലതുപോലെ ജീവിച്ചു പോകട്ടെ. നമ്മൾ ഓരോരുത്തരും അവനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതാണിപ്പോ എല്ലാവരും ഞങ്ങളടുത്ത് ചോദിക്കുന്നത്. അവനെ അന്ന് എടുത്ത് വെച്ച് പൊക്കിയിട്ട് ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ഞങ്ങളടുത്ത് തിരിച്ച് ചോദിക്കുന്നവരുണ്ട്. മറ്റുള്ള കർഷകർ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഇവ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത്രത്തോളം മാനസികമായിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ദിവസം രാവിലെ പാലി പിരിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നമായെന്ന് പറഞ്ഞ് ഇതുവല്ല എന്നിട്ട് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു ഇതുപോലെ പാല് പിരിഞ്ഞ് അതുകൊണ്ട് ഇനി പാൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇവന്റെ ഭാര്യയുടെ കയ്യിൽ പാല് കൊടുത്തു വിട്ടു. ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം വൈകിട്ട്. അപ്പോഴെന്തിനാണ് കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇതുപോലെ നിങ്ങളും കൂടെ ഒന്ന് ഇവിടെ വരണം, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും കൂടെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ ഇവിടെ വന്നു ഇരുന്നു. അപ്പോൾ ഭാര്യ പാല് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പ്രസിഡന്റ് പറഞ്ഞു ഈ പാല് ഇനി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രാവിലെ കയറ്റി വിട്ട പാലും പിരിഞ്ഞതാണ്, ഇനി നമുക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല, കർഷകരെല്ലാം അഭിപ്രായം അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നത് മാത്രം എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഈ ക്യാനോട് കൂടി ആ പാത്രം ഇതെല്ലാം കൂടെ എടുത്ത് അവിടെ നിന്ന് ഒരു ഒറ്റ എറിയാണ്. എറിഞ്ഞിട്ട് ഈ അടപ്പെടുത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുകയാണ്. പ്രസിഡന്റിന്റെ മുട്ടിനകത്ത് ഒരൊറ്റ എറി. ഈ അടപ്പെടുത്ത് പ്രസിഡന്റിനെ എറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പറയാൻ കൊള്ളത്തില്ല. ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ഇതുപോലെ ചീത്ത വിളിക്കുന്ന ഒരു സ്ത്രീകളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിനു പറയുന്നു? ഈ പ്രസിഡന്റ് ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കുന്നെന്ന് വരെ ഈ സ്ത്രീ വെളിയിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഒരു സ്ത്രീ അങ്ങനെ ചീത്ത പറയൂ. അതുപോലെ ഈ പ്രസിഡന്റിനെ ആയാലും ഞങ്ങളെ ആയാലും കർഷകരെ എല്ലാം ഇങ്ങ് കൂട്ടിവാഴ്ചകൾ പറഞ്ഞു. അത്രയും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി പാൽ എടുക്കുന്നില്ല എന്ന് കണ്ടിട്ട് പിറ്റേ ദിവസം ഈ ഭാര്യയും ഭർത്താവും നേരം വെളുത്ത് 6:30 മണി ആയപ്പോഴത്തേക്ക് ഈ നാടകം ഇവിടെ കളിക്കാനായിട്ടാ വന്നത്. 6:30 മണിയായപ്പോ അപ്പോൾ ഈ പാല് ഇന്ന് എടുത്തിട്ടില്ല. ഇത് ഇത്രയും വിഷയമായിട്ട് വീണ്ടും പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് ഒരു 6:30 മണിയോടുകൂടി ഇവര് രണ്ടുപേരും കൂടെ ഇവിടെ വന്നു. അപ്പൊ ഞാൻ ഇവിടെ പാൽ ഒഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടു ഇവര് വരുന്നത്. അപ്പൊ അവിടെ വന്ന് ഒരു 5 മിനിറ്റ് കൂടുതൽ ഇവിടെ അവരുടെ സ്റ്റോപ്പ് ചെയ്ത് നിന്നെന്ന് പറഞ്ഞാൽ ഇവര് വീഡിയോ ഓൺ ആക്കാനുള്ള സമയങ്ങളാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് സെക്രട്ടറിക്ക് പറയുന്നു, സെക്രട്ടറി വിഷ്ണു വീണ്ടും പാല് കൊണ്ട് വന്നേക്കാണ്, അപ്പൊ ഇനി എന്തിനാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോഴെന്തോ ചെയ്ത് അപ്പോൾ ഞങ്ങൾ പാല് കൊടുത്തിട്ട് അപ്പോൾ കർഷകരില്ല, എല്ലാവരും മേടിക്കാൻ പോകുക. അപ്പോഴവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്ന സമയത്താണ് ഇവ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ടങ്ങ് അപ്പോൾ പറഞ്ഞു സെക്രട്ടറി പറഞ്ഞു അത് ഇന്നലെ പറഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത് പാലെടുക്കാൻ പറ്റത്തില്ല എന്ന്, പിന്നെ എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്. പിന്നീടൊന്നും ഇവ ആ പറഞ്ഞ ഡയലോഗുകൾ മൊത്തം ഇവനങ്ങ് നാടകം കളിക്കാൻ തുടങ്ങി. അങ്ങ് ഈ പാലെടുത്ത് ഒഴിക്കുന്നു. അവന്റെ വൈഫ് പിന്നെ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ പിടിക്കാൻ അങ്ങ് തുടങ്ങി. പിന്നെ ഇവര് നടത്തി. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവ ഈ വീഡിയോ ഓൺ ആക്കിക്കൊണ്ടാണ് ഇവ ലൈവ് പോകാനാണ് ഇവ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് കളിച്ച ഇതാണെന്നുള്ളത് ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവ അറിഞ്ഞുകൊണ്ട് തലേന്നും പാല് എടുക്കത്തില്ല, ഇത്രയും വിഷയമാക്കിയവ പിന്നെ എന്ത് കാരണത്താലാണ് വീണ്ടും പാലും ഇതും കൊണ്ട് വന്ന് ഇവിടെ പ്രതിഷേധിച്ചതെന്നൊന്നും മണ്ടേ ഉള്ളവർക്കൊന്നും ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇവിടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. പാലെടുക്കുക, നമ്മൾ ഇത് കയറ്റി വിടുക, നമുക്ക് ആ ഒരു ജോലിയാണ്. അല്ലെ നമുക്കൊരു വ്യക്തി വൈരാഗ്യമോ അല്ലോ ഒരു ഇതാണോ ജാതിയോ മതോ അങ്ങനെയുള്ള ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ കർഷകരോടെ ആയാലും നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെയാണ് ഞങ്ങൾ പെരുമാറുന്നത്. അല്ലാതെ ജീവനക്കാരെന്നോ കർഷകരെന്നോ ഉള്ള ഒരു വേർതിരിവൊന്നും ഞങ്ങൾക്കില്ല. ഇവനൊരു കുഞ്ഞുണ്ടായിരുന്നു, ജീവനത് ചെയ്യുമോ? 3.5 വയസ്സുള്ള ഒരു മോൾ എനിക്കുണ്ട്. അപ്പോൾ നീ ഇന്ന സ്ഥലത്ത് വാടക വീട്ടിലല്ലേ നീ താമസിക്കുന്നത്. അപ്പൊ നീ മുടിഞ്ഞു പോകൂടി, നീ നശിച്ചു പോവും. നീ ഇവിടെ കഴിവുന്ന നീ ദിവസവും നിന്നെ കൊണ്ട് ഞാൻ ഇത് ചെയ്യിക്കും. നീ ചെയ്ത് പിറ്റേ ദിവസം ഇവിടെ പാല് മൊത്തം ഒഴിച്ചല്ലോ. തലേ ദിവസം ഇവിടെ പാല് കൊണ്ടുവന്ന് ഒഴിച്ച് ഇവിടെ മൊത്തം കഴുകി കളഞ്ഞ് ഞാൻ പോയപ്പോ 8 മണിയോളം ആവുന്നു രാത്രി. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഈ നാടകം കളിച്ചപ്പോഴും ഇവിടെ മൊത്തം പാലല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ കഴുകിയിട്ട് പോയപ്പോ 8 മണിയോളം ആവുന്നു. ഇന്ന് ഈ പാല് ഇനി എനിക്ക് കഴുകി ഇറക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോ നീ ചെയ്യണോടി, നീ ചെയ്യും, നിന്നെ കൊണ്ട് ചെയ്യിക്കുക, ദിവസവും ഞാൻ ഇത് തന്നെ ചെയ്യുമെന്ന്.
എന്നിട്ട് നീ കഴുകി നീ ചാവണമെന്ന്. എന്നിട്ട് പറഞ്ഞു നീ ഇന്ന സ്ഥലത്തല്ലേ നീ വാടകയ്ക്ക് താമസിക്കുന്നത്, നീ മുടിഞ്ഞു പോകും, നീ നശിച്ചു പോകും, നിനക്കൊരു പെൺകുഞ്ഞുണ്ടല്ലോ. ഭാര്യയാണോ അതോ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തന്നെയാണോ? ആ വിഷ്ണു എന്ന് പറഞ്ഞവനാണ്. വിഷ്ണു ഭാര്യയും കൂടെ വന്ന് ചേർന്ന് നടത്തിയ നാടകങ്ങളാണ് രാവിലെ. നീ നശിച്ചു പോകും, നിനക്ക് ഒരു പെൺകുഞ്ഞല്ലേ ഇരിക്കുന്ന, ആ മുടിഞ്ഞു പോകും. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും അവൻ വെറുതെ വിടാതിരിക്കുമ്പോ ഇവൻ എത്ര മനസ്സാക്ഷി ഉണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കണം.